ശാരദാമ്മ തന്നെ എത്രയോ വട്ടം അപമാനിക്കപ്പെട്ട് ഇറങ്ങിപ്പോന്നിട്ടുണ്ട് അവിടുന്ന്. ഇപ്പോ അവർക്കൊരാവശ്യം വന്നപ്പോ ശാലിനിയെ കൊണ്ട് മാത്രമേ സഹായിക്കാൻ കഴിയൂന്ന് മനസ്സിലായപ്പോ താനെ സഹായം ചോദിച്ചു വന്നിരിക്കുന്നു. ഏത് മുഖവും വെച്ചുകൊണ്ടാണ് ശാരദാമ്മ അവർ ഈ കുടുംബത്തേക്ക് കയറി വന്നത്? ഒരല്പം ആത്മാഭിമാനമുള്ള സ്ത്രീയാണെങ്കിൽ സഹായം ചോദിച്ച് നിങ്ങളുടെ മുന്നിൽ വന്ന് കൈ നീട്ടുവോ? ഈ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, അത് വലിയവൻ തന്നെയാ കുറുപ്പ് സാറേ. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ആരെങ്കിലും വിചാരിച്ചതാണോ പണവും പ്രതാപവും തൻ്റെയുടെ ഉള്ള സത്യാമ്മ ഈ വീട്ടിലേക്ക് ഒരു സഹായം ചോദിച്ചു വരുമെന്ന്? അപ്പോ അത് അവരുടെ വിധി. ആ വിധിയിലേക്ക് എത്തിച്ച ദൈവം അപ്പൊ വലിയവൻ തന്നെയാ സാറേ. എന്ത് പറയണമെന്ന് പറയൂ ശാരദാമ്മേ. ഒരു 5 മിനിറ്റ് ഈ മൂക്കിന്റെ 2 സുഷിരം നടഞ്ഞാൽ ഏത് 6 അടി പൊക്കമുള്ളവനും ആയുസ് അറ്റും. എത്ര പണമുണ്ടെന്ന് പറഞ്ഞാലും ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്ന ശുദ്ധവായു ശ്വസിക്കാൻ ഒരു ഭാഗ്യം വേണം സാറേ. ചായ. അത് ഭഗവാന്റെ അമ്മ പറയുന്നത് അക്ഷരം പ്രതി കേട്ടോണ്ടിരുന്ന മകൻ ഇപ്പൊ അമ്മ പറയുന്നത് അനുസരിക്കാതെ ആയിരിക്കുന്നു. ശാലിനി പറഞ്ഞ വിഷ്ണു കേൾക്കൂന്നൊരു തോന്നല് സത്യാമ്മയ്ക്ക് തന്നെ ബോധ്യമായിരിക്കുന്നു. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ കുറുപ്പ് സാറേ. വിഷ്ണുവിലുണ്ടായിരുന്ന സത്യഭാമയുടെ പിടി അയഞ്ഞു. അതിപ്പോ ശാലിനിയിൽ മാത്രമാണെന്ന് അവര് മനസ്സിലാക്കിയിരിക്കുന്നു. അതെന്തുകൊണ്ടും നല്ലൊരു സൂചനയാ. ഈശ്വരൻ അങ്ങനെ എന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ലല്ലോ. അങ്ങനെ പൂർണ്ണമായിട്ട് അവരെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. അവരുടെ കണ്ണിലെ തിളക്കം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. മുഖരാശി പ്രകാരം അവരൊരു അന്തർമുഖിയാണ്. ചില സമയം അവർ ദ്വന്ദ്മുഖിയാവും. ഒരു മുഖം കരളലയിപ്പിക്കുന്ന സങ്കടഭാവമാണെങ്കിൽ മറ്റൊന്ന് കരള് പറിച്ചെടുക്കുന്ന സംഹാര രുദ്രയുടേതാണ്. അത് എപ്പോഴും പുറത്തെടുക്കില്ല. പുറത്തെടുക്കുന്ന സമയത്ത് മുന്നിൽ നിൽക്കുന്നവരെ ഭസ്മമാക്കാനും അവർ മടിക്കില്ല. ശാലിനി കഷ്ടപ്പെട്ട് പഠിച്ച IAS നേടിയോളാം. പഠിക്കാനുള്ള മികവ് കണ്ട് പ്രോത്സാഹിപ്പിക്കാനേ ഒരു മാഷെന്ന നിലയ്ക്ക് എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. പഠിച്ചത് മുഴുവൻ അവൾ അവളുടെ കഴിവ് ഉപയോഗിച്ച. പഠിച്ചതിനും ജോലി വാങ്ങിച്ചതിനും എതിരായിരുന്നല്ലോ ഈ സത്യഭാമ. ഇപ്പോ ആ ജോലി കൊണ്ട് ആവശ്യം വന്നതും അവർക്ക് തന്നെ. ഈശ്വരന്റെ ഓരോ ലീലാവിലാസങ്ങളെ. പിന്നെ കൊലക്കുറ്റോ സഹായിക്കാൻ ഇറങ്ങുമ്പോ ഒന്ന് സൂക്ഷിക്കണമെന്ന് ശാലിനിയോട് പ്രത്യേകം പറയണം. സഹായികൾ കൂട്ടുപ്രതികളാവുന്ന കാലമാണേ. ഞാനിനി ഇരിക്കുന്നില്ല ശാരദാമ്മേ. ആ കൃഷി ഓഫീസറെ ഒന്ന് കാണണം. വിഷ്ണുമോൻ അത് ചെയ്യില്ലെന്ന് നമ്മളെക്കാൾ കൂടുതൽ അറിയുന്നത് ശാലിനിക്ക് തന്നെയാ. അറിയേണ്ടതും അവൻ തന്നെയാ. അവൻ നിരപരാധിയാണെങ്കിൽ എന്റെ മോള് അവനെ രക്ഷിച്ചിരിക്കും കുറുപ്പ് സാറേ. താലിയുടെ മഹത്വത്തെക്കുറിച്ച് അവളെ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുന്നു. വെയില് മൂക്കുന്നതിന് മുമ്പ് അങ്ങനെ തട്ടെ. ശരി.
ഒരാൾ കാണാൻ വന്നിരിക്കുന്നു മാഡം. ആരാണെന്ന് ചോദിച്ചില്ലേ? മാഡത്തെ നേരിൽ കാണണമെന്നും എന്തൊക്കെയോ പറയണമെന്നൊക്കെയാ പറയുന്നേ. മേയറുമായിട്ടുള്ള മീറ്റിംഗ് എപ്പോഴാന്നാ പറഞ്ഞേ? അതിനി 1 hour കൂടി ഉണ്ട് മാഡം. ശരി, വരാൻ പറ. ഓക്കെ മാഡം. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ചെയ്യാനുള്ള ജോലി എന്താണെന്ന് കളക്ടർ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ മിസ്റ്റർ നന്ദകുമാർ? വരൂ. അപേക്ഷ ലഭിച്ച് 30 ദിവസത്തിനകം അപേക്ഷകന് വ്യക്തമായ വിവരം നൽകണം മിസ്റ്റർ നന്ദകുമാർ. ഇനി അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വഴി ഏറ്റെടുത്ത അപേക്ഷയാണെങ്കിൽ ഒരു 5 ദിവസത്തെ ഇളവ് കൂടി കിട്ടും. അതായത് 35 ദിവസത്തിനുള്ളിൽ വ്യക്തമായും മറുപടി അപേക്ഷകന് കിട്ടിയിരിക്കണം. എന്നാ അതല്ലല്ലോ ഇവിടെ വേണ്ടത്. ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരമാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ അത് 48 മണിക്കൂറിനുള്ളിൽ നൽകിയിരിക്കണം. ഇതൊന്നും അറിയാതെ ആ കസേരയിൽ തന്നെ ഇരിക്കാനാണ് താങ്കളുടെ തീരുമാനമെങ്കിൽ, നിയമം അനുശാസിക്കുന്ന വിധം ഇൻഫർമേഷൻ നൽകുന്നില്ല എങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ ശിക്ഷണ നടപടികൾ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ആലോചിച്ചിട്ട് ഉചിതമായൊരു മറുപടി ആ അപേക്ഷകന് നൽകണം. ഇത് കളക്ടറുടെ ഓർഡറാണ്, ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ. നിങ്ങൾക്കെന്താ പറയാനുള്ളത്? എൻ്റെ പേര് ദാമോദരൻ എന്നാണ്. ഞാനൊരു കൂലിപ്പണിക്കാരനാ. അന്നന്ന് കിട്ടുന്നത് കൊണ്ട് കഴിയുന്നതാണെങ്കിലും എൻ്റെ മോളെ പഠിപ്പിച്ച് നല്ലൊരു നിലയിലാകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ വിജയ് എനിക്ക് എൻ്റെ മോളെ തന്നില്ല. അവളെ ഒരു ദിവസം കാണാതായി. അവളുടേതെന്ന് തോന്നിക്കുന്ന ഒരു ശരീരം റെയിൽവേ ട്രാക്കിൽ നിന്ന് കിട്ടി. എനിക്ക് സംശയമുണ്ട് മരിച്ചത് എൻ്റെ മോള് തന്നെയാണോ എന്ന്. പക്ഷേ ഇപ്പൊ ഹോസ്പിറ്റലുകാര് ആ ശരീരം ഒന്ന് കാണിക്കാൻ പോലും സമ്മതിക്കുന്നില്ല സാറേ. പല ആളുകളെ കൊണ്ട് ഞാൻ പറയിച്ചു നോക്കി, പക്ഷേ അതെന്റെ മോളാണോ എന്ന് എന്നെ നോക്കാൻ പോലും സമ്മതിക്കുന്നില്ല സാറേ. എന്നെ മോള് മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നെനിക്ക് അറിയണം സാറേ. നിങ്ങള് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ലേ? സർ, ACP ചന്ദ്രബോസ് സാറ് ആ ഹോസ്പിറ്റലുകാരുടെ പക്ഷച്ചേർന്ന് നിന്ന് സംസാരിക്കുന്നത്. എനിക്ക് നീതി കിട്ടണം സാർ. ആ പോലീസുകാരെല്ലാം ഹോസ്പിറ്റലുകാരുടെ പക്ഷത്താ. കളക്ടർ സാറിന്റെ മുന്നിൽ വന്ന് ഈ വിവരം പറയുന്നതും അതുകൊണ്ട് തന്നെ. അനു, യെസ് മാഡം. പെൺകുട്ടിയുടെ പേര്, അഡ്രസ്സ്, പൊക്കം, രൂപം ഒക്കെ ഇതെല്ലാം ചോദിച്ചു മനസ്സിലാക്കി ആ പെൺകുട്ടിയെ കുറിച്ചൊരു പിക്ചർ ഉണ്ടാക്കിയെടുക്കണം. പറ്റുമെങ്കിൽ ഒരു ഫോട്ടോയും. എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ. വേണ്ട നടപടി ഉടനെ തന്നെ എടുക്കാം. വലിയ ഉപകാരം സാറേ. പുറത്തു നിൽക്കും. ഓ ശരി. അനുവിന് എന്ത് തോന്നി ഈ പറഞ്ഞത് കേട്ടിട്ട്? സംതിങ് റോങ്. അങ്ങനെ തോന്നാൻ കാരണം ചന്ദ്രബോസിന്റെ ഇടപെടൽ തന്നെ. യെസ്. ഈ ഒരു കേസിൽ എന്തിന് ചന്ദ്രബോസ് ഇത്രയും കടുംപിടുത്തം പിടിക്കുന്നു? മരണപ്പെട്ട പെൺകുട്ടി, എൻ്റെ ഒരു സംശയമാണ്, തൂക്കത്തിലും പൊക്കത്തിലും രൂപത്തിലും കാർത്തികയെ പോലെയാണെങ്കിൽ ചന്ദ്രബോസ് വാശി കാണിക്കുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. ചന്ദ്രബോസ് കാണിച്ചേ പറ്റൂ. മാഡം എന്താ ഉദ്ദേശിക്കുന്നത്? കത്തിക്കരിഞ്ഞ നിലയിൽ നെട്ടൂർ പാലത്തിന് താഴെ കണ്ട മൃതദേഹം കാർത്തികയുടേതാണോ അല്ലയോ എന്നൊരു ചോദ്യം എന്റെ മനസ്സിലും അനുവിന്റെ മനസ്സിലുമുണ്ട്. അതെ. ഈ കാണാതായ പെൺകുട്ടിയാണോ കത്തിക്കരിഞ്ഞതെന്ന് വെറുതെ ഒന്ന് സംശയിച്ചാൽ കിട്ടുന്നത് കാർത്തിക ജീവനോടെ ഈ ഭൂമിയിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നതാണ്.
പക്ഷേ അങ്ങനെ ഉറപ്പിക്കാൻ നമ്മുടെ കയ്യിൽ തെളിവുകളൊന്നും ഇല്ലല്ലോ മാഡം. തെളിവുകൾ അതില്ലെങ്കിൽ ഉണ്ടാക്കണം. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം വലിച്ചെടുപ്പിക്കുന്ന ചില വൈദ്യന്മാരുണ്ടായിരുന്നു മുമ്പ് നമ്മുടെ ഗ്രാമങ്ങളിൽ. അതുപോലെ ഇത് ചെയ്തവരെയും ചെയ്യിച്ചവരെയും കൊണ്ട് തന്നെ ഇത് പുറത്തറിയിപ്പിക്കാൻ പറ്റുമെന്ന് ഒന്ന് നോക്കട്ടെ. സംഗതി വിജയിച്ചാൽ ഈ കേസിന്റെ ഏറ്റവും നിർണായകമായ തെളിവാകും. മാർഗമല്ലല്ലോ, ലക്ഷ്യമല്ലേ പ്രധാനം. ആ ഒരു വാക്ക് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോണം. ചിലരെയൊക്കെ വേരോടെ ഞെട്ടിക്കുന്ന നീക്കം. ആ ഇതാര് കുറെ നാളല്ല കണ്ടിട്ട് അല്ല സുസ്മിത പോയപ്പോ ആ സ്നേഹവും ഇഷ്ടമൊക്കെ അവക്കൊപ്പം കൊടുത്തു വിട്ടാ അല്ല ഒരു സുഖാന്വേഷണം പോലും ഇല്ലല്ലോ. അല്ല ഒരു ഗുഡ് മോർണിംഗ് പോലും വായിക്കണില്ല. ഇനിയിപ്പോ നിങ്ങൾ തമ്മിൽ സൗഹൃദ സ്നേഹമൊക്കെ ഉള്ളെന്നുണ്ടെങ്കിൽ ഓക്കെ. ഞാൻ എൻ്റെ ഒരു പരിഭവം പറഞ്ഞാണ്. അല്ല, ഇത് എവിടെ പോയിട്ട് വരുന്നു? ഞാൻ ഒരു ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിട്ട് ഇറങ്ങിയത്. മൊസീൻ ഷോപ്പിങ്ങിന് ഇറങ്ങിയാണ്. എനിക്ക് ഇവിടെ 1-2 പേരെ കാണാനുണ്ടായിരുന്നു. അതെ ഒരു സെക്കൻഡ്, ഇഫ് യു ഡോണ്ട് മൈൻഡ്. അല്ല ഒരേ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഒന്നിച്ചങ്ങ് അല്ലെ, അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ ചെയ്യാം. എന്താ അല്ല വേറെ തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഡിസ്റ്റർബ് ചെയ്യണില്ല. കാര്യം അല്ല, സുസ്മിതയുടെ വിവരം വല്ലതും ഈ അടുത്തെങ്ങാനും കാണാൻ പോയിരുന്നോ? അയ്യോ എന്റെ അമ്മോ, ആരെങ്കിലും തെരുവിളി കേൾക്കാൻ വേണ്ടിട്ട് വണ്ടിക്കൂലി കൊടുത്ത് അങ്ങോട്ട് ഒന്ന് കയറി കൊടുക്കുമോ? ചേ, അവളെ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ അവളെ ഇറക്കാൻ വേണ്ടിട്ട് അവിടെ പോ ഇവിടെ പോ, അവരെ വിളി ഇവരെ വിളി, ഇതൊക്കെയാണ് ശല്യം. അവളെ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരു പോലീസുകാരനെ കൂടെ നിർത്തിയിട്ട് ഞാൻ സംസാരിക്കുള്ളൂ. ദേഹോപദ്രവം വന്ന തടയാൻ ആള് വേണമല്ലോ, സേഫ്റ്റി നോക്കണ്ടേ. അല്ല ഇനിയിപ്പോ എങ്ങോട്ട് പോകണം? ഇതാണ്ട് അവിടെ ഒരാളെ കാണാൻ പോകുന്നു. അവിടെ അതിന്റെ അപ്പുറത്താണ്. ശാലിനി മേഡം ആണല്ലോ വിളിക്കുന്നത്. ഒരു കാര്യമില്ലാണ്ട് മേഡം അങ്ങനെ വിളിക്കില്ലല്ലോ. എന്നാ മനസ്സിൽ വിട്ടോ, എനിക്ക് കുറച്ച് ഒരു കോൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് കുറെ നേരം സംസാരിക്കായിരുന്നു. ശരി എന്നാ. ശാലിനി എന്തിനാ ഇവനെ ഇപ്പൊ വിളിക്കുന്നത്? എന്തായിരിക്കും ഇവനോട് ശാലിനിക്ക് പറയാനുള്ളത്? അറിയാൻ ഇപ്പൊ എന്തായിരിക്കും ഒരു വഴി? ഹലോ മേഡം. മേഡം പറഞ്ഞോളൂ മേഡം. കാർത്തിക മരിച്ചിട്ടില്ലേ? എവിടെ? ഓ ഞാൻ അങ്ങോട്ട് വരാം മേഡം. ഓ ദാ വരുന്നു, അത് 5 മിനിറ്റ്. കാർത്തിക എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റണം. അങ്ങോട്ട് പോകണ്ടോ ഇങ്ങോട്ടാണല്ലോ പോകുന്നത്. ഓട്ടം തുടങ്ങി. രമേട്ട വണ്ടി എടുക്ക. അപ്പൊ വാലിന് തീ പിടിച്ചു. ഇനി അതാളി കത്തിക്കോളും. മേഡം നിർത്തി. അപ്പൊ എങ്ങനെ മേഡം, സംഗതി സെറ്റല്ലേ? പെട്ടെന്ന് പുറകെ വിടാം. അവള് കൺവെട്ടത്തു നിന്ന് മറയുന്നതിന് മുമ്പേ കേറ്. എടുത്തോളൂ രമേട്ട, ആ കാറിന് പുറകെ പോണം. ശരി. പായും പുലിയെന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ ഇപ്പൊ കണ്ട്. അവള് പുലിയാണോ പൂച്ചയാണോ എന്നൊക്കെ ഇന്നറിയാം. രമേട്ട, അവള് പെട്ടെന്ന് നോക്കിയ നമ്മുടെ കാറ് കാണാൻ ഇടവരരുത്. മനസ്സിലായി പോയെ? ഓക്കെ, ചുറ്റിനും കണ്ണ. നേരെ നോക്കിയൊന്നും വണ്ടി ഓടിക്കത്തില്ല. സംശയദൃഷ്ടിയോടുകൂടി ചുറ്റിനും നോക്കിയിട്ടേ ഓടിക്കുള്ളൂ. കള്ളത്തരത്തിന് PhD എടുത്തോളൂ, അങ്ങനെയുള്ള കുറിച്ച് പറയാൻ പറ്റും. അപ്പൊ സുസ്മിത ഏത് ഡിഗ്രിയാണോ അവ എടുത്തിരിക്കുന്നത്? ഓ അയ്യോ, അത് ഇതുപോലെ ചെറിയ ബോംബൊന്നുമില്ല.
ആറ്റം ബോംബ. അവള് പഠിച്ചിറങ്ങിയ യൂണിവേഴ്സിറ്റി പോലും ഇപ്പൊ ഉണ്ടാവുന്ന സംശയം. ഇത്രയും നാൾ അവളെ സഹിച്ചതിന് സ്വയം ഉടലോടെ അങ്ങ് ഭൂമിക്കടിയിലോട്ട് പോയി കാണും. അത്രയ്ക്ക് അധികം ഗുണമുള്ള മുതലല്ലേ ഉള്ളത്. എന്തായാലും ജഗദീപിൽ നിന്ന് ഇങ്ങനെ ഒരു കളി മധുശ്രീ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഈ ഓട്ടം അതിന്റെ തെളിവാ. അല്ല, കുറച്ച് ബുദ്ധി കൂടിപ്പോയാലും പ്രശ്നമാണ്. എന്നെ ആർക്കും ഒരിക്കലും വീഴ്ത്താൻ പറ്റത്തില്ലെന്നുള്ള ഒടുക്കത്തൊരു ആത്മവിശ്വാസം കയറിപ്പോയല്ലേ, അത് തന്നെ ആയിരിക്കും ഇവരുടെ നാശവും. രാമേട്ടാ, അവള് കൺമണിന്ന് പോകാതെ നോക്കണേ. ആ, പിടയ്ക്കുന്ന ജാതിയാ. മിന്നായം പോലെ മുങ്ങം കുഴിയിടാനും മിടുക്കിയ അവള്. അവൾക്ക് സംശയം എങ്ങാനും തോന്നിയിട്ടാണോ കാറ് നിർത്തിയത്? അങ്ങനെ ഒരു സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അവളിപ്പം കാർ എടുക്കൂല. സംശയം തോന്നിയിട്ടില്ലാന്ന് തോന്നുന്നു. പിന്നാലെ വിട്ടോ രാമേട്ട. ഞങ്ങളെ നീ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? അന്താളിപ്പ് കണ്ടില്ലേ? ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് നീ ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ നിന്റെ പിന്നാലെ ഉണ്ടടി. അല്ല, ചേസ് ചെയ്ത് വരാൻ എന്താ? ഞാൻ നിങ്ങളുടെ വലുത് മോഷിച്ചോണ്ട് വന്നോ? ഒരു കണക്കിന് മോഷണം തന്നെയാ. പിന്നെ ഇവിടെ മോഷണ വസ്തുവിന് ചെറിയ ജീവനുണ്ടെന്ന് മാത്രം. പറഞ്ഞു, കാർത്തിക എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ എന്തിനാ കാർത്തിക ഒളിപ്പിച്ചു വെക്കുന്നത്? എനിക്കതിന്റെ കാര്യം എന്താ? അല്ലെങ്കിൽ തന്നെ കാർത്തിക മരിച്ചുപോയില്ലേ? ഓ, അത് ശരി. അത് നീ ഇപ്പോഴാണ് അറിയുന്നത്. പാവം മാഡം, ഇവള് പഠിച്ച കള്ളി അവള്. രാമേട്ട, ഒന്ന് കയറി നോക്കി. മാഡം, ഇവളെങ്ങനെ നേരെ രീതിയിൽ ചോദ്യം ചെയ്ത് അവള് സത്യമൊന്നും പറയില്ല. മാഡത്തിന്റെ ആ CID-കളെ വിളിക്കും. ക്രൈംബ്രാഞ്ചിലെ നല്ല ചുണക്കുട്ടികളായിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിൽ അവരില്ലേ, അവര് പുഷ്പം പോലെ വന്ന് ഇവിടെ പൊക്കി എടുത്തോണ്ട് പോകും. അവളെ കൊണ്ട് സത്യം പറയിപ്പിക്കും. നല്ല ഇടിയും കൊടുക്കും. ഇവിടത്തെ പോലീസുകാർക്കല്ലേ നമ്മളവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളൂ. വിളിക്കും വേണം അവരെ. അതിനൊന്നും മധുശ്രീ ഇടവരുത്തില്ല ജഗദീപേ. കാർത്തികയെ എവിടെയാ പിടിച്ചു കെട്ടി വെച്ചിരിക്കുന്നതെന്ന് മധുശ്രീ ഇപ്പൊ പറയും. നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാൻ ആരെ ഒളിപ്പിച്ച് വെച്ചിട്ടില്ല. ചത്തുപോയവരൊക്കെ അന്വേഷിക്കേണ്ടത് വല്ല യമപുരിയിൽ വാ. ഇതെന്റെ ഫ്രണ്ടിന്റെ ഓഫീസാ. ഞാനിവിടെ വന്നത് ഒരു ബിസിനസ് കാര്യത്തിന് വേണ്ടിയാ. അവിടെ ഇല്ല മേഡം. രമേട്ട, അവിടെയും കൂടി ഒന്ന് നോക്ക. ആ, ആ ബിസിനസ് ഡീൽ എന്താണെന്നും ഏത് രീതിയിലുള്ളതാണെന്നും മനസ്സിലാക്കിയിട്ടാ ഞങ്ങളുടെ ഈ വരവ്. നിന്നെ പൂട്ടാൻ വേണ്ടിയിട്ട് തന്നെയാ ജഗദീപ് ഫോൺ എടുത്ത് നിന്റെ മുന്നിൽ വെച്ച് കാർത്തിക ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞതും. അത് കേട്ടതും ശരം വിട്ടതുപോലെയാ നീ ഇങ്ങോട്ട് പാഞ്ഞത്. അപ്പോഴേ എനിക്ക് മനസ്സിലായി നീ അവളെ എവിടെയാണോ ഒളിപ്പിച്ചത് അവിടെ നിന്നും മാറ്റാനായിട്ടുള്ള വരവാണെന്ന്. പറ, ഇതിനകത്ത് എവിടെയാ അവളെ നീ തടവിലാക്കിയിരിക്കുന്നത്? വേഗം പറ, അല്ലെങ്കിൽ ഞങ്ങളും കൂടി കയറി നോക്കും. ശാലിനി, ഇത് വലിയ കഷ്ടം തന്നെയാണ് കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? മാഡം, വെറുതെ എവിടുത്തെ സംസാരിച്ചെന്ന് മാഡത്തിന്റെ സമയം കളയുന്നു. എന്തായാലും നമ്മൾ അന്വേഷിച്ച് ഇവിടം വരെ എത്തിയില്ലേ. ഇനി കാർത്തികൻ കൊണ്ടേ നമ്മൾ ഇവിടുന്ന് പോകും. നമുക്ക് നോക്കാന്ന്. നമ്മളെന്തിനാ ഇവിടെ പേടിക്കുന്നത്? മേഡം അവിടെ ഇല്ല. ശരി.
ഇവിടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. ആരൊക്കെയോ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ വരുന്നതിന് തൊട്ടു മുമ്പ് അവരിവിടുന്ന് കാർത്തികയെ മാറ്റിയിട്ടുണ്ട്. ലോക്കൽ ഗുണ്ടകളാ, ബീഡി വരെ വലിച്ചു തള്ളിയിട്ടുണ്ട്. അതിൽ ചുണ്ട് കൊള്ളുന്നത് വരെ. എന്താ കാർത്തികയെ കിട്ടിയോ? വല്ല പാലത്തിന്റെ അടിയിലൊക്കെ ഇട്ട് കത്തിച്ചു കളഞ്ഞവളെ എന്റെ പിന്നാലെ നടന്ന് അന്വേഷിക്കാൻ നിനക്ക് എന്താണ് ജഗതിയുടെ തലയ്ക്ക് വല്ല ഓണം ഉണ്ടോ?